നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 30. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 30. ഇന്ന് ഈ 30ാമത്തെ ഭാഗത്തിൽ ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായത്തിൽ 30ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ശൗനക ഉവാച സ ആശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. സ ആശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ഇവിടെ ശൗനക ഉവാച, ശൗനകൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതായ ഈ കഥ എത്രയും ആശ്ചര്യകരം തന്നെ. ശൗനകൻ ആരോടാ പറഞ്ഞത്? ശൗനകന് പറയണത് സൂതനോട്. മനസ്സിലായോ? അപ്പോൾ പിന്നെ എന്താ പറയാം, അതായത് സനകാദി മുനിശ്രേഷ്ഠന്മാർ നാരദരോട് എന്തു പറഞ്ഞു, നാരദർ സൗനകാദി മുനിശ്രേഷ്ഠന്മാരോട് എന്തു ചോദിച്ചു. ആ പിന്നെ എന്താണെന്ന് പറയുക, ആ പിന്നെ സംഭാഷണത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് സൂതൻ ശൗനകരോട് പറയണു, ശൗനകൻ സൂതനോട് പറയണം. ഇത്രയും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ശൗനക ഉവാച, ശൗനകൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതായ ഈ കഥ എത്രയും ആശ്ചര്യകരം തന്നെ. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ സാധനങ്ങളൊന്നും തന്നെ ഭാഗവത പുരാണ പാഠശ്രവണാദികളെ പോലെ സുഗമമായി മോക്ഷത്തെ സാധിപ്പിക്കുന്നില്ലെന്നാണല്ലോ ഈ കഥയുടെ സാരം. അതായത് ജ്ഞാനയോഗം വെറും അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അറിവിനോടുകൂടി ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ശ്രദ്ധിക്കണം, വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, വ്യംഗ്യാർത്ഥം എടുക്കണം, ലക്ഷണാർത്ഥം എടുക്കണം. അപ്പോൾ ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ സാധനങ്ങളും തന്നെ ഭാഗവത പുരാണ പാഠശ്രവണാദികളെ പോലെ സുഗമമായി മോക്ഷത്തെ സാധിപ്പിക്കുന്നില്ല എന്നാണല്ലോ ഈ കഥയുടെ സാരം. അത്ര മാഹാത്മ്യമേറിയതും യോഗജ്ഞാനാദികളെ സൂചിപ്പിക്കുന്നതുമായ ഈ ഭാഗവത പുരാണത്തിൻ്റെ ഉദ്ഭവം ഏത് വിധത്തിലാണെന്ന് കൂടെ അറിവാൻ ആഗ്രഹമുണ്ട്. ഒരു കഥയ്ക്ക് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടു പോകും. സൂതാവാച, അപ്പോൾ സൂതൻ അതിന് ഉത്തരം പറയുന്നു. യഥാ കൃഷ്ണോ ധരാം ത്യക്ത്വാ സ്വപദം ഗന്ധുമുദ്യതാം ഏകാദശം പരിശ്രുത്യ അപ്യുദ്ധവോ വാക്യമബ്രവീത്. എന്താ പറഞ്ഞത്? യഥാ കൃഷ്ണോ ധരാം ത്യക്ത്വാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോൾ ഈ ഭൂമണ്ഡലത്തിലെ അവതാരകാര്യം കഴിഞ്ഞ് വൈകുണ്ഠത്തെ പ്രാപിച്ചുവോ, സ്വപദം ഗന്ധമുദ്യത ഏകാദശം പരിശ്രുത്യ അപ്യുദ്ധവോ വാക്യമബ്രവീത്. അതായത് ഉദ്ധവരെ ഇങ്ങനെ പറഞ്ഞു ആണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ അർത്ഥം പറയാൻ തിടുക്കം മനസ്സിൽ, അതാണ് 2 പ്രാവശ്യം വായിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിന് മനസ്സ് സമ്മതിക്കണില്ല, കയറി പിടിക്കുക ചെയ്യണത്. സാരമില്ല. യഥാ കൃഷ്ണോ ധരാം ത്യക്ത്വാ സ്വപദം ഗന്ധുമുദ്യത ഏകാദശം പരിശ്രുത്യ അഭി ഉദ്ധവോ വാക്യമബ്രവീത് എന്നാണ് ശ്ലോകം.
സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഭൂതലത്തെ ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രവേശിപ്പാൻ എപ്പോൾ ഒരുങ്ങിയോ? അപ്പോൾ ഏകാദശ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദ രൂപമായി പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനത്തെ ശ്രീകൃഷ്ണ മുഖാരവിന്ദത്തിൽ നിന്ന് തന്നെ ശ്രവിച്ചു എങ്കിലും ഉദ്ധവർ പിന്നെയും ഈ വിധം പറഞ്ഞു. നോക്കണം സാഹചര്യം. ശ്രീകൃഷ്ണൻ ഭൂതലത്തെ ഉപേക്ഷിച്ച സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രവേശിപ്പാൻ എപ്പോൾ തുടങ്ങിയോ അപ്പോൾ ഏകാദശ സ്കന്ധത്തിൽ 11-ാം സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദ രൂപമായി പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനത്തെ, അറിവിനെ ശ്രീകൃഷ്ണ മുഖാരവിന്ദത്തിൽ നിന്ന് തന്നെ ഉദ്ധവരെ ശ്രവിച്ചുവെങ്കിലും ഉദ്ധവരെ പിന്നെയും ചോദ്യം ചെയ്തു. എന്താ? ഉദ്ധവ ഉവാച. ആ ഉദ്ധവൻ എന്ത് ചോദിച്ചു? അതാണ് പറഞ്ഞത്. ത്വം തൂ യസ്യാസി ഗോവിന്ദ ഭക്തകാര്യം വിദായ ച മച്ചിത്തേ എന്നാണ് പ്രിന്റ്. അപ്പം എന്ത് വായിക്കണം? മച്ചിത്തേ എന്ന് തന്നെ വായിക്കണം. മച്ചിത്തേ മഹതീ ചിന്ത താം ശ്രുത്വാ സുഖം ആവഹ. ത്വം തു യാസ്യാസി ഗോവിന്ദ ഭക്തകാര്യം വിദായ ച മച്ചിത്തേ മഹതീ ചിന്ത താം ശ്രുത്വാ സുഖം ആവഹ. ഉദ്ധവര് ശ്രീകൃഷ്ണനോട് പറഞ്ഞതിനെ 5 ശ്ലോകം കൊണ്ട് വിവരിക്കണു ഇവിടെ. എന്തൊക്കെയാണത്? ഹേ ഗോവിന്ദ, ഭക്തകാര്യത്തെ വേണ്ടും വിധം സാധിപ്പിച്ച നിന്തിരുവടി. എന്താ ഭക്തകാര്യം? കംസനെ കൊല്ലണം. പിന്നെ മഹാഭാരത യുദ്ധത്തിലെ 18 അക്ഷൗഹിണിപ്പട കൊണ്ട് ഭൂഭാരത്തെ തീർക്കണം. താൻ തന്നെ 18 പ്രാവശ്യം ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അനേകം അക്ഷൗഹിണിപ്പടകളുടെ ഭാരം ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഇതന്നെയാണ് ഭക്തികാര്യം. അപ്പോൾ ഭക്തകാര്യത്തെ വേണ്ട വിധം സാധിപ്പിച്ച് നിന്തിരുവടി സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഭാവിക്കുന്നു. നിശ്ചയം ഉറപ്പായിപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലുതായ ചിന്ത ഉദിക്കുന്നു. ആരുടെ? ഉദ്ധവരുടെ. അതിനെ കരുണയോടുകൂടി ശ്രവിച്ച ശേഷം സംശയം തീർത്ത് മംഗളത്തെ ജനിപ്പിക്കണം. അപ്പം മംഗളസ്വരൂപനായിരുന്ന ശിവനോ അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവോ ശ്രീകൃഷ്ണ രൂപത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ആ ആശ്രിത വത്സലനെ നമ്മൾ ആശ്രയിച്ചാൽ മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് അറിയാണ്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കാതെ കണ്ട് കാര്യസാധ്യാപുഷ്പാഞ്ജലി മാത്രം ചെയ്തുകൊണ്ട് കാര്യമായില്ല. എല്ലാറ്റിനും ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. എന്താ പ്രീ കണ്ടീഷൻ? ഭക്തി മനസ്സാലെ ശ്രേഷ്ഠമായ രീതിയിൽ ഭാഗവതത്തിൽ പറഞ്ഞതായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിത സന്ധാരണം തുടങ്ങിയാലേ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആരെ നമസ്കരിച്ചാലും ആരുടെ കൈ തലയിൽ വെച്ചാലും സ്വയം ദാഹത്തിന് ഒരാൾ കയ്യിൽ തല വെച്ചാൽ മതിയോ? നമ്മളൊരാളെ നമസ്കരിച്ചതുകൊണ്ട് നമ്മുടെ ദാഹം മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ അനവരതം ചെയ്തു വരുന്ന കർമ്മങ്ങളുടെ ഭോഷത്തരം നമ്മളൊന്ന് മനസ്സിലാക്കണം. 60 വയസ്സിൽ മീതുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യസാധ്യ പുഷ്പാഞ്ജലി എപ്പോൾ തുടങ്ങി. അപ്പോൾ അത് തന്ത്രി വന്ന് ചെയ്യുമ്പോൾ മാസത്തിൽ ശരാശരി ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ട് വിചാരിക്കുക. ഒരു പ്രധാന പൂജാരി ചെയ്യുന്ന പുഷ്പാഞ്ജലിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ കണ്ടാവണമെന്നായി അവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനിയും ചീട്ടാക്കാം, നിങ്ങൾക്ക് നടത്താം. പക്ഷേ ഞാൻ പറയേണ്ടത് പറയും. അതേപോലെ ഇപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഇന്ന് വാട്സപ്പ് മെസ്സേജ് കണ്ടു, ഗുരുവായൂരമ്പലത്തിൽ തീരെ തിരക്കില്ല, 4-1 ആളില്ല എന്നവിടെ. കാരണം എന്താ? പേഴ്സിസ്റ്റൻ്റായിട്ട് 3 ദിവസം മഴയായി. ആൾക്കാർക്ക് 30 വ്യാഴാഴ്ച ഗുണം പറയാഞ്ഞിട്ടല്ല, പക്ഷെ വാഹന സൗകര്യമില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. മഴ മഴ മഴ.
അപ്പോൾ സ്വന്തം ജീവനേക്കാൾ വലുതല്ല എന്ന് മനസ്സിലാക്കിയല്ലോ. ഭഗവാനോട് അത്രത്തോളം താതാത്മ്യം പ്രാപിക്കുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞത് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം പറഞ്ഞു, നിൻ്റെ ശരീരത്തിന് നാശം വിതച്ചുകൊണ്ട് നീ പോണ്ട. അത് കേട്ടിട്ടല്ലേ നമ്മൾ പോകാതിരിക്കുന്നത്. അപ്പം ഭഗവാൻ വിഗ്രഹത്തിലുണ്ടെങ്കിലും അതിനെ കണ്ട് ആനന്ദിക്കുന്നത് അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ആവുമ്പോൾ ഈ 3-ാമത്തെ അധ്യായത്തിൽ പകുതി ആകുമ്പോഴേക്കും ഇത് മനസ്സിലെത്തിക്കിട്ടി വിചാരിക്കാൻ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ഗുരുവായൂർ പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പോയിക്കോളൂ, തൊഴുതോളൂ. പക്ഷേ ആരേനെയാണ് കാണേണ്ടത്? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് കൃഷ്ണൻ്റെ, ശിവൻ്റെ, ദേവിയുടെ എന്നുള്ള ഉറപ്പുണ്ടാവണം. അല്ലെങ്കിൽ പാത്രം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച കൂട്ടത്തിലാവും. നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. ഭാഗവത ഗ്രന്ഥത്തിലുള്ളത് ഞാൻ പറയണുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അതിനെ കരുണം ശ്രവിച്ച ശേഷം സംശയം തീർത്ത് മംഗളത്തെ ജനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ 56ഉം 57ഉം ശ്ലോകം ഒപ്പം പോകും. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖലാഹ തത് സാങ്കേനൈവ സന്തോ അഭിഗമിഷ്യന്തി ഉഗ്രതാം യഥാ ഉഗ്രതാം ഗമിഷ്യന്തി ഉഗ്രതാം യഥാ തഥാ ഭാരവതീ ഭൂമിർ ഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്ത കമലലോചന. എന്താ പറഞ്ഞത്? ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖലാ. ആഗത അയം ന, ആഗതോയം കൂട്ടക്ഷരായിട്ട് വരും. ആഗതോ അയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖലാഹ തൽസംഗേനേ വസന്തോ അഭി ഗമിഷ്യന്തി ഉഗ്രതാം യഥാം തഥാ ഭാരവതി ഭൂമിർ ഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്ത കമലലോചനാം. ഈ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ, രണ്ടാമതും ദുർജനങ്ങൾ ഉണ്ടാവും. അവരുടെ സംസർഗത്താൽ സാധുജനങ്ങൾ കൂടെ ക്രൂരമായി ഭവിക്കും. അതായത് മുല്ലപ്പൂമ്പണം ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗന്ദര്യം. ചാണകം ചാരിയാൽ ചാണകം മാറും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ഇതാണ് ആപ്തവാക്യം. അപ്പോൾ രണ്ടാമതും ദുർജനങ്ങളുണ്ടായാൽ അവരുടെ സംസർഗത്താൽ സാധുജനങ്ങൾ കൂടെ ക്രൂരന്മാരായി ഭവിക്കും. അപ്പോൾ ഭാരമേറിയ സങ്കടം തീർപ്പാൻ ഗോരൂപമായി ഭവിച്ച ഈ ഭൂമിദേവി ആരെ രക്ഷയ്ക്കായിട്ട് ആശ്രയിക്കും? ഹേ പുഷ്കരാക്ഷ, നിന്തിരുവടിയെ കൂടാതെ അന്യനായ ഒരു രക്ഷിതാവിനെ കാണുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല 58ാമത്തെ ശ്ലോകം, അത സൽസുദയാം കൃത്വാ ഭക്തവത്സലമാ വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ അഭിചിന്മയ. ചിന്മയ എന്ന് പറഞ്ഞാൽ ചിന്മയാനന്ദൻ എന്നുള്ള ആളല്ല, ചിന്മയ, എൻ്റെ ചിത്തത്തിൽ ഇരിക്കുന്നവനെ. ചിന്മയൻ, ചിത്തത്തിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുന്ന ആൾ. അദ്ദേഹത്തിനെ ഉണർത്തണമെങ്കിൽ എന്ത് വേണം? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വേണം. അതസൽസുതയാ കൃത്വാ ഭക്തവത്സല മാ വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയാം. അതുകൊണ്ട് ഹേ ഭക്തവത്സല, സാധുജനങ്ങളുടെ മേൽ കരുണ വിചാരിച്ചിട്ട് നിന്തിരുവടി ഭൂലോകം വിട്ടു പോകാതിരിക്കണം. അങ്ങിപ്പോൾ പോണ്ടാതാ പറഞ്ഞത് അല്ലേ? ഏതൊരു സിനിമയിലില്ലേ, പോകല്ലേ അച്ഛാ പോകല്ലേ, അതന്നെ അവസ്ഥ. അങ്ങ് സാധുജനങ്ങളുടെ മേൽ കരുണ വിചാരിച്ചിട്ട് നിന്തിരുവടി ഭൂലോകം വിട്ടു പോകാതിരിക്കണം. ആകൃതിയില്ലാത്തവനും, ശ്രദ്ധിക്കണം, ഞാനല്ല പറഞ്ഞത്, ഭഗവാൻ നിരാകാരനാണ് എന്നുള്ളത് ഉദ്ധവർ പറയുന്നുണ്ട്. ഭൂമിദേവി പറയുന്നു, ആകൃതിയില്ലാത്തവനും ജ്ഞാനസ്വരൂപനുമായ നിന്തിരുവടി അറിവാകുന്ന സ്വരൂപം അറിവാറിലുണ്ട്.
ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുള്ള അറിവ് ആരിലുണ്ട്? അതാണ് ഈശ്വരൻ. നിന്തിരുവടി ഭക്തപരിപാലനത്തിന് വേണ്ടിയിട്ടല്ലയോ സത്വഗുണത്തെ അംഗീകരിച്ച്. അപ്പോൾ സത്വഗുണം നമുക്ക് വേണം. പ്രകൃതിയുടെ ഗുണങ്ങളായിരിക്കുന്ന തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അപ്പോൾ സത്വഗുണമാണ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. അപ്പോൾ സത്വഗുണം കൊണ്ടാണ് ഈശ്വരീയത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുണങ്ങൾ മൂന്നും ഭഗവത് പാതാരവിന്ദത്തിൽ വെച്ച് തുര്യാവസ്ഥയെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ പാതാരവിന്ദത്തിൽ നമ്മൾ ലയിച്ച് ചേരണം. അപ്പോൾ സത്വഗുണത്തെ അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്നു. അപ്പോൾ സത്വഗുണമുള്ളവരെ മായ ബാധിക്കില്ല എന്നുള്ളത് ഉറപ്പായില്ലേ? ഇവിടെ എന്താ വാക്ക്? അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ സത്വമൂർത്തി ആയിട്ടാണ് അവതരിക്കണത്. അപ്പോൾ മായ ഭഗവാനെ അലട്ടില്ല. അപ്പം നമ്മളിലും സത്വഗുണം, സാത്വിക ഗുണം കൂടിയാൽ മായ ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്നത്. അതിനാൽ ഭക്തന്മാരെ പിരിയാതെ ഇവിടെ തന്നെ വസിക്കുന്നതല്ലയോ സമുചിതം, ഉചിതം എന്ന് ചോദിച്ചു. പോരാ, അദ്ദേഹം പിന്നെയും പറയണു 59-ാമത്തെ ശ്ലോകത്തിലെ തദ് വിയോഗേനതേ ഭക്ത കഥം സ്വാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചിത് വിചാരയാ. ശ്രദ്ധിക്കുക. തദ് വിയോഗേന തേ ഭക്ത കഥം സ്ഥാസ്യന്തി ഭൂതലേ. അതാണ് അവിടെ നിർഗുണോപാസനേ കഷ്ടം അത്ര കിഞ്ചിത് വിചാരയാ. ഭഗവാൻ, അതായത് ഭൂമിദേവിനെ പറയണു നിർഗുണോപാസന കഷ്ടമാണ്, സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. സാധിക്കാൻ ബുദ്ധിമുട്ടേന്നേ ഉള്ളൂ. ഭഗവത് കൃപ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട്, കഷ്ടം പോയിട്ട് എന്താവും? ഈ നഷ്ടം പോയിട്ട് ലാഭമാവും. അപ്പോൾ ഇവിടെ പറയണു തദ് വിയോഗേന, അങ്ങയുടെ വിയോഗം കൊണ്ട് അങ്ങയുടെ ഭക്തന്മാർ കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസന കഷ്ടം അത കിഞ്ചിത് വിചാരം. ഒന്നുകൂടി ആലോചിച്ച് അങ്ങ് ഞങ്ങളുടെ സ്വസ്തിക്ക് വേണ്ടി ഇവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അത് പിന്നെ പ്രിൻ്റ് മീഡിയയിൽ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. നിന്തിരുവടിയുടെ ഭക്തന്മാർ അങ്ങയുടെ വിരഹത്തെ സഹിച്ചും കൊണ്ട് ഭൂതലത്തിൽ എങ്ങനെ വസിക്കും? ഭൂതലത്തിൽ എങ്ങനെയാണ് വസിക്കുക? നിന്തിരുവടി ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ വിരഹത്തെ എങ്ങനെ സഹിക്കും, എന്നിട്ട് എങ്ങനെ ജീവിക്കുന്ന ചോദിച്ചത്. സ്വാമിയെ പിരിഞ്ഞിട്ടുള്ള സേവക നിവാസം കഷ്ടമല്ലയോ? അപ്പം നമ്മുടെയൊക്കെ സ്വാമി ആരാ? ധനവാനല്ല, തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. MLA MP മാരൊന്നും അല്ല, ഭഗവാനാണ്, ഈശ്വരനാണ് നമ്മുടെ സ്വാമി. അത് പറയാൻ മടിക്കരുത്. അത് പറഞ്ഞാൽ ആരെങ്കിലും പുറത്താക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, പുറത്താവില്ല നമ്മൾ. അത് ചിലവർക്കുണ്ട് ഈ മതേതരത്തൊക്കെ പറയുമ്പോൾ, അങ്ങനെയല്ല. അപ്പോൾ സ്വാമിയെ പിന്തിരിഞ്ഞിട്ടുള്ള സേവക നിവാസം കഷ്ടമല്ലയോ? നിഷ്കളം നിഷ്ക്രിയം ശാന്തം. നിഷ്കളങ്കന്മാരായിരിക്കുക. നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ നിഷ്കാമകർമ്മം. ക്രിയ ചെയ്യാം, നിഷ്കാമായിരിക്കണം. നേരെ മറിച്ച് ചിലവർ പറയും, ആചാര്യന്മാർ, ഇത് വായിക്കാത്തവർ, അവരവരുടെ കാര്യം, കരയുന്ന കുട്ടിക്കല്ലേ പാലുള്ളൂ, നമ്മൾ ചോദിക്കണ്ടേ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കൂ. നിഷ്കാമകർമ്മം ചെയ്യുമ്പോഴാണ് LUCക്ക് ഭഗവാന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് തരാൻ. നമ്മുടെ ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? കറണ്ട് അക്കൗണ്ടിൽ പറ്റും, കാരണം ഇത്ര ഉറുപ്പ്യ വരെ കട എടുക്കാമെന്നുണ്ട്, അത്രയല്ലേ പറ്റുള്ളൂ. അതിന് നമ്മൾ പലിശയും കൊടുക്കണ്ടേ? ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിളാണത്. എക്കോണമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പം ഞാനൊക്കെ ഒരു പ്രാവശ്യം 3.5 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 5.5 ലക്ഷം അടച്ച ആളാണ്. 7 ലക്ഷം എടുത്തിട്ട് 12 ലക്ഷം ഞാൻ അടച്ച ആളാണ്. 5 ലക്ഷം പലിശ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാർ, മക്കളെപ്പോലെയും മരുമക്കളെപ്പോലെയുള്ളവരാണ്. എൻ്റെ സമപ്രായക്കാർ ഇതിൽ വളരെ കമ്മിയാണ്, എനിക്കറിയാം.
അപ്പം നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റിയിൽ എൻ്റെ അനുഭവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഈ രാമകൃഷ്ണ ഗോവിന്ദയുടെ പ്രഭാവം എന്തുമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഒരു മെഗാ ഈവൻറ്റിന് തയ്യാറായത്. ഈ പ്രായത്തിൽ ഇത് പറഞ്ഞു തീർക്കാം എന്നുള്ളൊരു സാഹസത്തിന് ഞാൻ മുതിർന്നത് ഒരു നിയോഗം മാത്രം. അപ്പം നിഷ്ക്രിയം ശാന്തം, നിഷ്കളങ്ക മനസ്സോട് ഗുരുക്ക് ശാന്തതയെ പ്രാപിക്കാം. അതേമാതിരി നിഷ്കാമകർമ്മം ചെയ്യുന്നവർക്ക് ശാന്തതയെ പ്രാപിക്കാം. അപ്പോൾ അവിടെ പറയുന്നു ഔവ്രണമലോ ഹിതം അശ്ചായം അസ്ഥൂലമനന്ന ഹ്രസ്വമദീർഘം എന്നിങ്ങനെയുള്ള വേദാന്തവാക്യങ്ങളാൽ ബോധിക്കപ്പെടുന്ന നിന്തിരുവടിയുടെ നിർഗുണസ്വരൂപത്തെയാണ് പറഞ്ഞത്. സേവിപ്പാൻ ഏറ്റവും പ്രയാസമാണ്. പക്ഷേ ഭക്തിമാർഗത്തിൽ ഭക്തിജ്ഞാന വിരാഗങ്ങളെ കൊണ്ട് ഭഗവാനെ പെട്ടെന്ന് നേടാൻ പറ്റും. അപ്പോൾ രൂപവും ഗുണവും അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപം, ജ്ഞാനം ആനന്ദസ്വരൂപം, ശ്രദ്ധിക്കണം, സച്ചിദാനന്ദ സ്വരൂപം, ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യപ്പ സ്വാമി എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആനന്ദചിത്തൻ എവിടെയാ? ചിത്തിൽ ആനന്ദം ഉണ്ടാവണം. അവരവരുടെ എവിടെയോ കിടക്കുന്ന ആളല്ല. ഹരിഹരപുത്രൻ നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ജ്ഞാനാനന്ദ സ്വരൂപം മനസ്സിൽ ആലംബമായി വരികയില്ല. ആർക്ക്? സാധാരണക്കാരന്. ജ്ഞാനാനന്ദ സ്വരൂപം മനസ്സിൽ ആലംബനമായി വരികയില്ല. എങ്ങനെ? രൂപവും ഗുണവും അതിക്രമിച്ചിരിക്കുന്ന അത് ഹേതുവായിട്ട് അങ്ങയുടെ ഭക്തന്മാരെ ആശ്വസിപ്പിക്കുവാനുള്ള മാർഗത്തെ അങ്ങ് സ്വയം ആലോചിച്ച് കൃപ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായില്ല. 60ാമത്തെ ശ്ലോകം നോക്കണം. ഇത്യുദ്ധവവച ശ്രുത്വാ പ്രവാസേ അചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ശ്ലോകം ഒന്നുകൂടി പറയാം. ഇത്യുദ്ധവവച ശ്രുത്വാ പ്രവാസേ അചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. എന്താണ് പറയാ? ഇപ്രകാരം ഉദ്ധവർ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാസമെന്ന തീർത്ഥസ്ഥാനത്തിൽ വസിക്കുന്ന ഭഗവാൻ ശ്രീഹരി ഭക്തജനങ്ങളുടെ ആശ്രയത്തിനായിക്കൊണ്ട് ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. ഭഗവാൻ ചിന്തിച്ചു. ഉദ്ധവരുടെ ചോദ്യം എന്താ? അങ്ങ് സ്വധാമത്തിലേക്ക് പോയാൽ ഈ ഭൂമിയിലുള്ള ഭക്തന്മാരുടെ അവസ്ഥ എന്താ? അപ്പോൾ അങ്ങേക്ക് പോകാതേണ്ടിരുന്നൂടെ എന്നാണ് ചോദിച്ചത്. അതിനെപ്പറ്റി ഇദ്ദേഹം ഒന്ന് പുനർചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? അതാണ് ഇനി പറയാൻ പോവുക. അപ്പോൾ ഇപ്രകാരം ഉദ്ധവർ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാസമെന്ന തീർത്ഥസ്ഥാനത്തിൽ വസിക്കുന്ന ഭഗവാൻ ശ്രീഹരി ഭക്തജനങ്ങളുടെ ആശ്രയത്തിനായിക്കൊണ്ട് ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. അതാണ് 61ഉം 62ഉം ശ്ലോകങ്ങളിൽ കൂടെ പറയുന്നത്. സ്വകീയം യൽ ഭവതേജസ് തദ്വൈ ഭാഗവതേ അദധാത് തിരോധായ പ്രവിഷ്ടോ അയം ശ്രീമദ്ഭാഗവതാർണവം തേനീയാ വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേ സേവനാ ശ്രവണാൽ പാഠാത് ദർശനാൽ പാപനാശിനി. സ്വകീയം യൽഭവത്തേജ തദ്വൈ ഭാഗവതേ അദധാത് തിരോധായ പ്രവിഷ്ടോ അയം ശ്രീമദ്ഭാഗവതാർണവം തേനീയാ വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാത് ശ്രവണാൽ പഠാത് പാഠാത് ദർശനാൽ പാപനാശിനി. ഇനി എന്താ വേണ്ടത്? സർവപ്രകാശകമായ തൻ്റെ തേജസ്സിനെ, ഭഗവാന്റെ തേജസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടല്ലേ നമ്മൾ ചന്ദ്രനെയും സൂര്യനെയും ഇതര നക്ഷത്രങ്ങളെയും അഗ്നിയെയും ഇരുട്ടിനെയൊക്കെ കാണുന്നത്? അല്ലാന്ന് പറയാൻ പറ്റുമോ?
അണ്ടർ ദി സൺ, സൂര്യൻ്റെ താഴെ എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഈ ഭാഗവതം എന്നുള്ളത് വേറെ ഒരു മതങ്ങളും വരുന്നതിൻ്റെ മുമ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിൽ ശണ്ട ഉണ്ടാവില്ല. ഇപ്പം നമ്മൾക്ക് ചിലവർക്ക് ഭരിക്കണം എന്ന് തോന്നാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെ കുറ്റം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഹിന്ദുയിസം അവർ പഠിച്ചിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല, നമ്മളും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മകൗശലം മറ്റുള്ളവരറിഞ്ഞാൽ നമ്മളെ ബഹുമാനിക്കും. ഇപ്പം നമ്മളെ ബഹുമാനിക്കേണ്ടത് അവരുടെ ശാസ്ത്രങ്ങൾ പഠിക്കണോ, നമ്മൾ നമ്മുടെ ശാസ്ത്രം പഠിച്ചിട്ടില്ല, ഭാഗവത ശാസ്ത്രം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് നമ്മളെ കുതിര കയറാൻ വേഗം സാധിക്കും. എല്ലാവരെയും സ്വീകരിക്കാൻ ഹിന്ദുധർമ്മം, സനാതനധർമ്മം പറയുമ്പോൾ ചിലവർക്ക് എന്തെങ്കിലും തോന്നും, ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ ഭരിച്ചാലേ ശരിയാവുള്ളൂ, ഞങ്ങളുടെ മതമാണ് വെറുതെ തോന്നും. അപ്പോൾ ഇവിടെ സർവപ്രകാശകമായ തൻ്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാപിച്ചു. ആരെ? ഭഗവാൻ. അതാണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവയെ, പ്രത്യക്ഷത്തിൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ഷഡ്ജു പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ സേവ ചെയ്യുക, കേൾക്കുക. ഇതിനെ ശ്രവണാത് പാഠാത് ദർശനാത്, ഭാഗവതത്തെ കണ്ടാൽ തന്നെ ഭഗവാനെ കണ്ട കൂട്ടത്തിലാവുന്ന ആർക്ക്? ബുദ്ധിയുള്ളവർക്ക്. ബുദ്ധിയില്ലാത്തവർക്കൊന്നുമില്ല, ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ബുദ്ധിയുള്ളവർക്ക് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാഗ്മയി രൂപമാണ്. ഈ ശബ്ദങ്ങളൊക്കെ ഭഗവാന്റെയാണ്, എൻ്റേതല്ല. അപ്പോൾ പറഞ്ഞു, അവതാര സ്വരൂപത്തോടുകൂടെ മറഞ്ഞ ശേഷം ശ്രീമദ് ഭാഗവത സമുദ്രത്തിൽ ചെന്നിരുന്നു. ഭാഗവതമാകുന്ന സമുദ്രം എന്നാണ് പറഞ്ഞത്. അതാണ് സമുദ്രം, മെയിൽ കണ്ടീഷനാണ് പുരുഷൻ. അപ്പോൾ അവതാര സ്വരൂപത്തോടുകൂടെ അവതാരമൂർത്തി മറിഞ്ഞു, ശ്രീകൃഷ്ണൻ മറിഞ്ഞു, പിന്നെ ശ്രീഹരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രീമദ് ഭാഗവത സമുദ്രത്തിൽ ചെന്നിരുന്നു. ശ്രീമദ് ഭാഗവത സമുദ്രം ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണെന്ന് സാരം. പാൽക്കടൽ എന്ന് പറയാൻ കാരണം എന്താ? ശ്രീകൃഷ്ണനാകുന്ന ചന്ദ്രൻ്റെ ഉൽപ്പത്തി സ്ഥാനമെന്ന് സാരം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഗ്മയിയായ മൂർത്തിയാകുന്നു. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലെ ശ്രീലകത്ത് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഭാഗവതം വാങ്ങി നിങ്ങളൊന്ന് ഹഗ് ചെയ്യൂ, ഭാഗവതത്തിനെ ഒന്ന് വാരിപ്പുണരൂ, ഭാഗവതത്തിനെ ഒന്ന് നമിക്കൂ, ഭാഗവതത്തിനെ ഒന്ന് തൊട്ട് സ്പർശിച്ച് നെറ്റിയിൽ വയ്ക്കൂ, ഭാഗവതത്തിനെ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് ഒരു പീഠത്തിൽ വയ്ക്കൂ, അതിനോട് സംസാരിക്കൂ. കാരണം എന്താ? ഭഗവാന്റെ വാഗ്മയി രൂപമാണ്. ഇതറിയാതെ കൊണ്ട് നിങ്ങൾ ഈ രുക്മിണി സ്വയംവരും അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരവും അല്ലെങ്കിൽ ചാക്യാർ കൂത്തല്ല, എന്ത് കൂത്താണെന്താ പറയുക, കുചേല വൃത്തമൊക്കെ ആടിപ്പാടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതല്ലേ അറിയേണ്ടത്. എന്താണ് ഭാഗവതത്തിൻ്റെ മഹിമ? ഒരു പിടി അവിലുകൊണ്ട് ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റുമോ? നമ്മളെത്ര കൊടുക്കണം? 20 ഉറുപ്പ്യ 25 ഉറുപ്പ്യ ഒരു അവിൽപ്പൊതി. സോറി, ഈശ്വരനെ കോമാളിയാക്കരുത്. ഈശ്വരൻ എന്ന് പറഞ്ഞ സംജ്ഞ എന്താ? അപ്പോൾ വാഗ്മയായ മൂർത്തിയാകും. ആ സ്വരൂപം സർവേന്ദ്രിയങ്ങൾക്കും വിഷയമായി തന്നെ ഇരിക്കുന്നതിനാൽ അതിനെ സേവിക്കുക, ഭാഗവതത്തിനെ സേവിക്കുക, പഠിക്കുക, ദർശിക്കുക എന്നിവയിൽ ആസക്തന്മാരായവരുടെ പാപത്തെ നശിപ്പിക്കുവാൻ. അപ്പോൾ ആസക്തനാവാം എന്തിലെ? ഭാഗവതത്തെ കേൾക്കാൻ, ഭാഗവതത്തെ പഠിക്കാൻ, ഭാഗവതത്തിനെ ദർശിക്കാൻ, ഭഗവാനെ ദർശിക്കാൻ എന്നിവയിൽ ആസക്തന്മാരായവരുടെ പാപത്തെ നശിപ്പിക്കുവാൻ ആ വാഗ്മയിയായ മൂർത്തി സമർത്ഥമായിരിക്കുന്നു. ഇതിനേക്കാൾ മീതെ എന്താ പറയുക? ഇപ്പം നമ്മളിൽ പലരും പലതരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പലതരത്തിലുള്ള കൊള്ളരുതായ്മ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ കാട്ടുതീ പോലെ നശിക്കും. പഞ്ഞി വെക്കോൽ കുണ്ടയ്ക്ക് തീ പിടിച്ചാൽ നിമിഷം നിൽക്കുമോ? ഇല്ല. അതേപോലെയാണ് അവസ്ഥ. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്.
നന്നായാൽ പറഞ്ഞാൽ മനസ്സിലായി എന്ന് നിങ്ങൾ ആരെങ്കിലും എഴുതിയാൽ വെറുതെ എഴുതണ്ട, മനസ്സിലായിട്ട് എഴുതിയാൽ എനിക്ക് സന്തോഷം. അത്രയുള്ള 63-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സപ്താഹശ്രവണം തേന സർവേഭ്യോ അധികം കൃതം. സർവേഭ്യോപ്യധികം കൃതം എന്നാ വാക്ക്. അപ്പോൾ സർവേഭ്യോ അധികം എന്നാ 3 വാക്കാതെ. സർവേഭ്യോ അധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോ അയം ഈരിതഃ. സപ്താഹശ്രവണം തേന സർവേഭ്യോ അധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോയം ഈരിതഃ. ആ കാരണത്താൽ, ഏത് കാരണം കൊണ്ട്? ഭഗവാൻ വാഗ്മയി സ്വരൂപനായിട്ട് ഭാഗവതത്തിലുള്ളതിനാൽ ഭാഗവതത്തിനെ ശ്രവിക്കുക, പഠിക്കുക, മനനം ചെയ്യുക, അതിലുള്ള ഉപദേശങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുക. അപ്പോൾ ജീവിത വിജയം നേടും, മോക്ഷം കിട്ടുന്ന ഉറപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ആ കാരണത്താൽ 7 ദിവസം കൊണ്ട് ഭാഗവതം പൂർണ്ണമായി ശ്രവിക്കുന്നത് മറ്റു സാധനങ്ങളെക്കാൾ മോക്ഷലാഭത്തിന് ഉത്കൃഷ്ടമായ സാധനമാണ്. ഏതൊക്കെ? ഈ ഏലസ് കെട്ടുക, ചരട് കെട്ടുക, അല്ലെങ്കിൽ ശൂലം തറയ്ക്കുക. കഷ്ടം. ശരീരത്തിനെ കീറി മുറിക്കരുത് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ടേ. അതൊക്കെ അധമ ഭക്തിയാണ്. ഉത്തമ ഭക്തി ഉള്ളപ്പോൾ എന്തിനാ അധമത്തിൽ പോകണത്? നമ്മൾ ഒരു ജീവനുള്ള കോഴീനെ അറക്കുന്ന കൂട്ടത്തിലല്ലേ ശൂലം തറയ്ക്കൽ, അല്ലെങ്കിൽ ഗരുഡൻ തൂക്കണം. എന്താ ഈ ഗരുഡൻ തൂക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലോചിച്ച് നോക്കും നിങ്ങൾ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ബുദ്ധി ഒന്ന് വികസിക്കട്ടെ. അപ്പോൾ എന്തായി? ഭാഗവതം പൂർണ്ണമായി ശ്രവിക്കുന്നത് മറ്റ് സാധനങ്ങളെക്കാൾ മോക്ഷലാഭത്തിന് ഉത്കൃഷ്ടമായ സാധനമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പട്ടാമ്പി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഇത്ര നിഷ്കർഷിക്കുന്നത്. നിങ്ങൾ എത്രയോ ആൾക്കാർ സപ്താഹം നടത്തിയിട്ടുണ്ടാവും, സപ്താഹം വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് പഠിക്കാണ്ട് പോയിട്ട് എന്താ കാര്യം? എത്ര രൂപ നമ്മളെ നിത്യജീവിതത്തിൽ പൊടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ആഖ്യാനമുള്ള 8 വോള്യം വളരെ തുച്ഛമായ വിലയ്ക്ക് ഗുരുവായൂർ ദേവസ്വം പബ്ലിഷൈസ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ 18 പുരാണങ്ങൾ തന്നെ വാങ്ങിക്കോളൂ, അതൊന്നും നഷ്ടമല്ല. 18 പുരാണങ്ങൾ വായിക്കൂ, അതിൽ ശ്രീമദ് ഭാഗവതം പ്രോസ് ഒന്ന് വായിക്കൂ. എന്തിനാ ശ്ലോകം? നമുക്ക് മൈക്ക കിട്ടിയാൽ വായിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തിനാ മൈക്ക? അർത്ഥം അറിഞ്ഞാൽ മതിയല്ലോ. DC ബുക്സിൻ്റെ 18 പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതം ഒരു പ്രോസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ ഇതിനേക്കാളും അർത്ഥവിചാരം ചെയ്തിട്ടുണ്ട്, ചിന്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, കലിയുഗത്തിൽ ഇതര സാധനങ്ങളെ തിരസ്കരിച്ചിട്ടും സപ്താഹയജ്ഞരൂപമായ ധർമ്മം പ്രധാനമെന്ന് സർവജ്ഞന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഈ 5:30 മുതൽ 10:30 വരെയുള്ള സീരിയലൊക്കെ മാറ്റുക, എന്നിട്ട് ഇതൊരു മണിക്കൂർ കേൾക്കും നിങ്ങൾ. എനിക്കിതിൽ ഐ ആം വെരി ഓപ്പൺ. എനിക്കൊന്നും നേടാനില്ല, സത്യം. ആയുസ് ഉള്ള കാലം ആരോഗ്യം ഉണ്ടാവണേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിന്? ഭാഗവതം പറയാൻ, വേറെ ഒരു കാര്യത്തിനുമല്ല. എപ്പോൾ പരാശ്രയം വരണോ അപ്പോൾ ഭഗവാൻ എന്നെ എടുക്കണം. കാരണം എന്താ? ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ തളരില്ല. എനിക്കറിയാം എന്ത് വന്നാലും ഞാൻ തളരില്ല. പാലം കുലുങ്ങിയാലും കാളം കുലുങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, സപ്താഹശ്രവണം തേന സർവേഭ്യോ അധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോ അയമീരിത എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം 64-ാമത്തെ ശ്ലോകം പറയണു.
ദുഃഖിത ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപപ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലോ ധർമ്മോ അയം ഈരിതഃ. ദുഃഖദാരിദ്ര്യദൗർഭാഗ്യ പാപപ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലോ ധർമ്മോ അയമീരിത. എന്താ പറഞ്ഞത്? ശരീരത്തിൽ ബാധിക്കുന്ന വ്യാധ്യാദികളാൽ, വ്യാധി ആദി ഇങ്ങനെ രണ്ടെണ്ണമാണ്. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, വ്യാധ്യാദികളാൽ ഉണ്ടാകുന്ന ദുഃഖം, ധനാദ്യഭാവഹേതുകമായ ദാരിദ്ര്യം, ധന ആദ്യ ഭാവഹേതുകം, അഭാവം ധന ആദ്യ ഭാവഹേതുകമായ ദാരിദ്ര്യം, പരിശ്രമിച്ചാലും ഫലപ്രാപ്തിയില്ലാതെയാകുന്നതിന് കാരണമായ ദൗർഭാഗ്യം. LUCK ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിച്ചിട്ട് എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ? സത്യം പറയൂ, സത്യം പറയൂ. ഭാഗ്യപുഷ്പാഞ്ജലി ചെയ്തിട്ട് എല്ലാവർക്കും കാര്യം നേടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ഈ ഒരു വാചകം വരില്ല അതിൽ. ഏത്? പരിശ്രമിച്ചാലും പ്രാപ്തിയില്ലാതാകുന്നതിന് കാരണമായ ദൗർഭാഗ്യം, കർമ്മദോഷം, ശരീരം, വാക്ക്, മനസ്സ് മുതലായവയാൽ അറിഞ്ഞും അറിയാതെയും ചെയ്യപ്പെടുന്നതായ പാപം എന്നീ ദോഷങ്ങളെ ഇല്ലാതെയാക്കാൻ ഭാഗവത സപ്താഹത്തിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ മടക്കിയെടുക്കും. ശ്രദ്ധിച്ച് ഭാഗവത സപ്താഹം ഇതിലുള്ള വ്യവഹാരങ്ങളെ നമ്മൾ സ്വയത്താക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്നീ ദോഷങ്ങളെ ഇല്ലാതെയാക്കുവാനും കാമക്രോധാദി ദോഷവൃത്തികൾ, കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയം, 6 ഷഡ്വൈരികളാണ് നമുക്കുള്ളത്. അന്യനല്ല നമ്മുടെ ശത്രു. ഭർത്താവിന് ജോലി നഷ്ടം വന്നാൽ ഭാര്യനെ കുറ്റം പറയരുത്. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു പുരുഷൻ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു, അയാൾ ജോലി നഷ്ടമായത് വരും. അതിൽ ആ ഭാര്യ ഒന്നും സമാനം പറയേണ്ട ആവശ്യമില്ല. അവളെ കുറ്റം പറയുക, അല്ലെങ്കിൽ അവനെ കുറ്റം പറയുക, അച്ഛനമ്മമാർ, സഹോദരന്മാർ, നാട്ടുകാർ, വിവരമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ അവരെ അധിക്ഷേപിക്കും. അവർക്ക് ഒരിക്കലും നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഓരോരുത്തരുടെയും പാപപുണ്യങ്ങൾ അവരവരുടെ കർമ്മദോഷം കൊണ്ടുണ്ടാവുന്നതാണ്. അവരവരുടെ കർമ്മദോഷം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, കാമക്രോധാദി ദോഷവൃത്തികളെ ജയിപ്പാനും കലിയുഗത്തിൽ സമുചിത ധർമാനുഷ്ഠാനം സപ്താഹശ്രവണമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയൊരു ഊർജം ഈ ഭാഗവതം തന്നിട്ടുണ്ട്. കാരണം ഞാൻ വളരെ ഒന്നുകൂടി സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ 81 വിവാഹിതനായത്, എക്സ്ചേഞ്ച് മാരേജാണ്. ക്യാൻസർ കാരണം എൻ്റെ സഹോദരിയെ വിവാഹം ചെയ്താലും മരിച്ചു 17 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് അവരുടെയും എൻ്റെയും കുടുംബത്തിനെ രക്ഷിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം, എൻ്റെ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം. അങ്ങനെ 3 കുടുംബത്തിനെ ഞാൻ സംരക്ഷിച്ചു പോന്നു വിത്ത് പാൾട്രി എമൗണ്ട് ഓഫ് മൈ ഗവൺമെൻറ് സാലറി. പക്ഷേ ഞാൻ പലതരത്തിലും അധ്വാനിച്ച്, ആ അധ്വാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ പാടില്ല, കക്കാൻ പാടില്ല, ബാക്കിയൊക്കെ ചെയ്യാം. ഞാൻ ബോംബെയിൽ തുണിക്കച്ചവടം ചെയ്തിട്ടുണ്ട്, ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടുണ്ട്, ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഒരു മാരുതി ഓമിനി വെച്ച് എൻ്റെ നിന്ന് ടിക്കറ്റ് എടുത്തവരെ ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, പിക്കപ്പ് ചെയ്യാറുണ്ട്. വൈ? ഭാഗവതം പറയണോ, ഭഗവത്ഗീത കൃഷ്ണനോട് പറയണോ, അല്ല അർജുനനോട്, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ നിൻ്റെ ധർമ്മം ചെയ്യേ, നീ ക്ഷത്രിയനാണല്ലോ, യുദ്ധം ചെയ്തോ, മരിച്ചാലും ഗുണം അല്ലേ, ജയിച്ചാലും ഗുണം. നിനക്കൊരാളും കൊല്ലാൻ പറ്റില്ല, നീയാണ് കൊല്ലണത് എന്നുള്ള ബോധം നിനക്ക് വേണ്ട. പക്ഷേ അസ്ത്രം നിനക്ക് പ്രയോഗിക്കാം.
ധർമ്മം നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ധർമ്മം ജയിക്കും എന്നാണ് ആര് പറഞ്ഞത്? എല്ലാവരും പറഞ്ഞത്. ഭീഷ്മർക്കും അറിയാം. അപ്പോൾ അവിടെ തിന്ന ചോറിന് കൂറ് കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഭീഷ്മരും ദ്രോണരും ചെയ്തത്. വേറൊന്നുമല്ല. അതൊക്കെ നമുക്ക് ഗുണപാഠമാണ്. ഏത് വിപരീത സാഹചര്യം വന്നാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പ്രംശയിലെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കലിയുഗത്തിൽ സമുചിത ധർമാനുഷ്ഠാനം സപ്താഹശ്രവണമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ 30ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.